പുതിയൊരു ശ്രീരാമക്ഷേത്രം ഉയരുന്നു. ഈ സമയത്ത് സാറിന് മനസ്സിലുള്ള എന്താണ് പറയുന്നത്? അല്ല, വളരെയധികം സന്തോഷമുള്ള നിമിഷങ്ങളാണ്, ദിവസങ്ങളാണ്. കാരണം ഏതാണ്ട് ഒരു 500 വർഷത്തെ നിരന്തരമായിട്ടുള്ള പ്രയത്നം, നിരന്തരമായ യുദ്ധം എന്ന് തന്നെ പറയണം. അതിൻ്റെ അവസാനമായ വളരെ ജയിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മുഴുവനും നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള തൃപ്തിയുണ്ട്. ആ തൃപ്തിയോട് കൂടിയാണ് 22 ജനുവരിക്ക് പ്രാണപ്രതിഷ്ഠ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തങ്ങളിലൊന്നായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. കാരണം എത്രയോ ജനങ്ങൾ വേദനിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം ആളുകളെക്കുറിച്ച് എനിക്ക് നേരിട്ട് നന്നായി അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമാപ്തിയാണ് 22 ജനുവരിക്ക് നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ ആളുകളും ഇത് ആഘോഷിക്കണം. ദൂരെയാണെങ്കിൽ ഒരു തിരിയെന്നെങ്കിലും കത്തിച്ച് ഇത് ആഘോഷിക്കണം, ദീപാവലിയാക്കി മാറ്റണം എന്നാണ് എൻ്റെ എളിയ അപേക്ഷ. സാറേ, ഇപ്പോൾ ആഘോഷങ്ങളുടെ കാര്യം അതിലൊരു കാരണക്കാരനായി അല്ലെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ വായിച്ച് മാത്രം അറിയാവുന്ന ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് വലിയ ഭീഷണി അങ്ങ് നേരിടേണ്ടി വന്നിരുന്നു. ആ ഒരു ഘട്ടത്തെ പറ്റിയിട്ട്, ആ ഒരു ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് ഒന്ന് പറയുന്നു. അത് ജീവിതത്തിൽ സാധാരണ നമുക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം എല്ലാ ആളുകൾക്കും ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം. അതും ഒരു 500 വർഷമുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ അതും ആർക്കിയോളജിക്കൽ ലൈനിൽ നിന്ന്. കാരണം ഞങ്ങൾക്ക് പൊളിറ്റിക്സുമായിട്ട് ബന്ധമില്ല, മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ചരിത്രവും ആർക്കിയോളജിയും എന്താണോ പറയുന്നത് അതിനെ മാത്രം അംഗീകരിക്കുക. ഇനി രാമായണത്തെക്കുറിച്ച് തന്നെ ചില ആൾക്കാർ പിരിപ്പിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ 2 ലക്ഷം മുമ്പായിരുന്നു രാമൻ, 3 ലക്ഷം മുമ്പായിരുന്നു, അതല്ലെങ്കിൽ പുഷ്പക വിമാനമുണ്ടായിരുന്നു, അതല്ലെങ്കിൽ തിരിച്ചു വരുന്ന അസ്ത്രങ്ങളുണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇതൊന്നും സ്വീകരിക്കില്ല. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയാറുള്ളത് ഇതൊരു ഓറിയൻ്റൽ ഹൈപ്പർബോൾസ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. പക്ഷേ അതിലൊരു കോർ ട്രുത്തുണ്ട്, അതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ അതേ യാഥാർത്ഥ്യത്തിൻ്റെ ഒരംശമുണ്ട്. ആ അംശത്തെ തേടിയാണ് എപ്പോഴും ആർക്കിയോളജിസ്റ്റുകൾ പോകുന്നത്. ഞങ്ങളും അതാണ് ചെയ്തിട്ടുള്ളത്. 1976-77 ഞാൻ അവിടെ പോകുന്നത്. പ്രൊഫസർ BB ലാലാണ് അന്ന് ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിരുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ സ്ഥാനം അദ്ദേഹം തന്നെ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പിന്നെ പഠനത്തിലേക്ക് പോയ ആളാണ്. അത്ര വലിയ മനുഷ്യനാണ്. അദ്ദേഹമായിരുന്നു ഹസ്തിനാപുരം എന്ന് പറയുന്ന സ്ഥലം ഉദ്ഖനനം ചെയ്തത്. അതിൽ നിന്ന് വലിയ കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അതേപോലെ അദ്ദേഹത്തിന് തോന്നി ഈ രാമായണ സൈറ്റുകൾ ഇതും ഇതേപോലെ എക്സ്കവേഷൻ നടത്തണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയതും. അപ്പോൾ ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും എക്സ്കവേഷൻ നടത്തണമെങ്കിൽ ആ എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട് കുഴിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായിട്ട് കുഴിക്കണം. ആ കുഴിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ വലിയ സാധനങ്ങൾ ഉപയോഗിച്ചല്ല. ചിലപ്പം കത്തി കൊണ്ടായിരിക്കും, ചിലപ്പം സർജിക്കൽ നൈഫ് കൊണ്ടായിരിക്കും. ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ സാധാരണ കുഴിക്കാറുള്ളത്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു എക്സ്പ്ലോറേഷൻ നടത്തും. ആ എക്സ്പ്ലോറേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഞാൻ താമസിക്കുന്നത് പള്ളിയുടെ നേരെ പുറത്താണ്. അവിടെ എപ്പോഴും ഞങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ കീർത്തനങ്ങളും അതേപോലുള്ള ദേവഗാനങ്ങളും കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. അത് കേട്ടുകൊണ്ടാണ് രാവിലെ ഉണരുകയും ചെയ്യുക. അത്ര ഭക്തിസാന്ദ്രമായ സ്ഥലമായിരുന്നു. അപ്പോൾ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ അതിൻ്റെ പള്ളിയുടെ 12 പില്ലേഴ്സ് ഉണ്ട്, തൂണുകൾ. ഈ തൂണുകൾ മുഴുവനും ക്ഷേത്രത്തിൻ്റെ തൂണുകളായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുക, ഇതെങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ തൂണുകളാണോ പള്ളികളുടെ തൂണുകളാണോ? ഞങ്ങളുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തൊരു കോഴ്സാണ്. അപ്പം അതിലുണ്ട് ഈ തൂണുകളിൽ പൂർണ്ണ കലശ എന്ന് പറയുന്ന സാധനം
അത് ഉദീരണം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണകലശ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ അഷ്ടമംഗള ചിഹ്നാസ്, 8 ഓസ്പീഷ്യസ് സിംബൽസാണ് ഹിന്ദുയിസത്തിൽ. ഇന്നും ഒരു ആചാര്യൻ വരികയാണെങ്കിൽ, നമ്മുടെ ശങ്കരാചാര്യർ വരികയാണെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കുക മാല ഉണ്ടായിരിക്കില്ല, ഷോൾ കൊടുത്തുകൊണ്ടായിരിക്കില്ല, മറിച്ചൊരു പൂർണ്ണ കുംഭവും കൊടുത്തിട്ടുണ്ട്, പൂർണ്ണ കലശം കൊടുത്തു. ആ പൂർണ്ണ കലശം അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതിനുശേഷം ചില ദേവീദേവന്മാരുടെ പ്രതിമകളും ഉണ്ടായിരുന്നു, പക്ഷെ അത് ഡിഫേസ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ എക്സ്കവേഷൻ നടത്തിയപ്പോൾ ഈ തൂണുകൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള ബ്രിക്ക് ബേസുകളുണ്ട്. ഈ ബ്രിക്ക് ബേസുകൾ അത് ഒന്നൊന്നായിട്ട് കിട്ടാൻ തുടങ്ങി. 2 സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്, ഒന്ന് വെസ്റ്റേൺ സൈഡിലും 2 സദേൺ സൈഡിലും. അതേപോലെ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രതിമകളും കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് പ്രൊഫസർ ബി ലാൽ അവിടെ ഈ പള്ളിയുടെ മുമ്പ് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന തീരുമാനത്തിൽ അദ്ദേഹം എത്തിയത്. പക്ഷേ അത് 76-77 വർഷങ്ങളാണ്. ഈ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിരുന്നില്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് അൺനെസറി കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യരുത് എന്നുള്ള നല്ല മനസ്സോടുകൂടി അദ്ദേഹം ഇതിനെ വളരെ ഹൈലൈറ്റ് ചെയ്തില്ല. പക്ഷെ അതിൻ്റെ ശേഷം വന്ന കുറേ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ്, അതിൽ റോമില താപ്പർ, R.S. ശർമ്മ, D.N. ഝാ, ഇർഫാൻ ഹബീബ് അതിലൊരു പ്രധാനപ്പെട്ട പ്ലെയറായിരുന്നു. ഇവരെല്ലാവരും കൂടി തന്നെ ഒരു പ്രസ്താവന കൊടുത്തു പത്രങ്ങൾക്ക്. ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത്, പ്രൊഫസർ ബി ലാൽ അവിടെ എക്സ്കവേറ്റ് ചെയ്തു, അദ്ദേഹത്തിന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സത്യവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫാൾസായിട്ടുള്ള, തികച്ചും ഫാൾസായിട്ടുള്ള, തെറ്റായിട്ടുള്ള, നുണയായിട്ടുള്ള ഒരു പ്രസ്താവനകൾ അവർ നൽകി. ഈ പ്രസ്താവന നൽകിയപ്പോൾ ആളുകൾ ഇളകി. അപ്പം പ്രൊഫസർ ബി ലാലിനോട് ചോദിച്ചു, അദ്ദേഹത്തിന് വസ്തുതകൾ അതേപോലെ തന്നെ പറയേണ്ടി വന്നു. അല്ല, ഞങ്ങൾക്ക് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകരുത്, ഒരു പ്രശ്നമാക്കി മാറ്റരുത്, നല്ല നിലക്ക് പ്രശ്നം പരിഹരിക്കണമെന്നുള്ള നിലക്ക് ഞങ്ങളത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ഞാനുമായിട്ടുള്ള നേരിട്ടുള്ള സംസാരത്തിലും അല്ലാതെയും അദ്ദേഹം പറഞ്ഞു. ഞാനന്ന് മദ്രാസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡിങ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. എൻ്റെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഞാനൊരു പ്രസ്താവന കൊടുത്തു, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. രാമജന്മഭൂമിയിലും അതേപോലെ ഹനുമാൻ ഗഡിയിലും അതേപോലുള്ള മണിപർവ്വത് എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മുഴുവനും തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര ഒരു സാധാരണ ഹിന്ദുവിന് പ്രാധാന്യമുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ സ്വമേധയാ ഈ സ്ഥലം ഗിഫ്റ്റായി ഹിന്ദുക്കൾക്ക് കൊടുക്കുകയും അവിടെ ഒരു ഭവ്യ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി അവരെ സഹായിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു പ്രസ്താവന കൂടി കൊടുത്തു. അത് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ അത് 15th ഡിസംബർ 1990 ഈ പ്രസ്താവന കൊടുക്കുന്നത്. അത് അതിൻ്റെ എല്ലാ എഡീഷൻസും അവർ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. പക്ഷേ അതോടുകൂടി ഇതൊരു വായടപ്പൻ മറുപടിയായിരുന്നു. സാധാരണ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസിന് ധാരാളം ബന്ധങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രസ്സുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ആർക്കും എതിർക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരെന്ത് നുണ പറഞ്ഞാലും അതിനെ പിന്നെ അവരെ പിടിച്ച നിലയിൽ നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ആദ്യമായി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് വായടപ്പൻ മറുപടി ആയതുകൊണ്ട് അവർക്ക് മറുപടി ഇല്ലാതെയായി. കാരണം ഞാനൊരു കാര്യം കൂടി പറഞ്ഞു, ഇവരിൽ ആരും ആർക്കിയോളജിസ്റ്റുകളല്ല, ഇവരൊക്കെ ചരിത്രകാരന്മാരാണ്. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ ഒരു സയൻസാണ്. അതേപോലെ തന്നെ ഇത് ഒരു പിന്നെ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉദ്ഗമനത്തിലൂടെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് ആർക്കിയോളജിയെക്കുറിച്ചും അറിയില്ല, ആർക്കിയോളജിക്കൽ സൈറ്റിൽ പോയി ഒരിക്കലും എക്സ്കവേറ്റ് ചെയ്തിട്ടില്ല. മൂന്നാമത് ഇവരിൽ ആരും തന്നെ ഈ പറഞ്ഞ ആളുകളിൽ ഒരാൾ പോലെ ആ കാലത്ത് ആർക്കിയോളജിക്കൽ സൈറ്റ് ഈ രാം മന്ദിറിൻ്റെ സ്ഥലത്ത് വന്ന്
എക്സ്കവേഷൻ കണ്ടിട്ടില്ല, ഇതൊന്നും കാണാതെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ഒരു തെറ്റായ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവർ കൊടുത്തിട്ടുള്ളത് എന്ന് കൂടി പറഞ്ഞു. അവർക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമതൊരു എക്സ്കവേഷൻ നടത്തുന്നു. കാരണം ഒരു ചരിത്രകാരന്മാർ പറയുന്നു അവിടെ ഒരു വസ്തുതയും കിട്ടിയിട്ടില്ല എന്ന്, ആർക്കിയോളജിസ്റ്റ് പറയുന്നുണ്ട് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് എന്ന്. വൈ കോണ്ട് വി ഡു എ സെക്കൻഡ് എക്സ്കവേഷൻ? ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. ആ സെക്കൻഡ് എക്സ്കവേഷനാണ് 2003 നടക്കുന്നത്. ആ എക്സ്കവേഷൻ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് 12 തൂണുകളുടെ ഭാഗമായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം 50-ലധികം തൂണുകളുടെ ഇഷ്ടിക കൊണ്ടുള്ള ആ ബേസ് കിട്ടുകയുണ്ടായി. ഇതിന് പുറമെ അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലുണ്ടാകുന്ന അമൽക്ക എന്ന് പറയും. നോർത്ത് ഇന്ത്യൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രം പോലെയല്ല. അവിടെ ഏറ്റവും മുകളിൽ കലശമുണ്ടാകും, അതിന് കീഴിലായിട്ട് അമൽകയുണ്ടാകും. ആ അമൽകയുടെ ഭാഗങ്ങൾ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. പിന്നെ ശിഖര എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. ആ ശിഖരത്തിൻ്റെ ധാരാളം ഭാഗങ്ങൾ കിട്ടുകയുണ്ടായി. ഈ ശിഖരവും അമൽകയും ഒന്നും ഒരു സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുകയില്ല, അതേപോലെ അങ്ങാടിയിൽ നിന്ന് കിട്ടുകയില്ല. ഇത് ക്ഷേത്രങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ഇതിന് പുറമെ 263 പ്രതിമകൾ കിട്ടുകയുണ്ടായി. അതെല്ലാം ഹിന്ദുമതവുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രതിമകൾ കിട്ടുകയുണ്ടായി. പിന്നെ ഒരു ക്ഷേത്രത്തിലുണ്ടാകുന്ന പ്രണാള എന്ന് പറഞ്ഞാൽ എന്നും കുളിപ്പിക്കണം, എന്താണോ പ്രതിഷ്ഠ അതിനെ കുളിപ്പിക്കണം. അതിൻ്റെ അഭിഷേക ജലം ഒഴുകിപ്പോകുന്ന പ്രണാള കിട്ടുകയുണ്ടായി. ആ പ്രണാള മുതലയുടെ രൂപത്തിലായിരുന്നു. മുതല എന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്കണോഗ്രാഫി പ്രകാരം മുതല എപ്പോഴും ഗംഗാ നദിയെയായിരിക്കും പ്രതിനിധീകരിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ഗർഭഗൃഹത്തിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ മുതലയുടെ മുകളിൽ നിൽക്കും, അത് ഗംഗയാണ്. മറ്റൊരു ഭാഗത്ത് യമുനയുടെ മുകളിൽ നിൽക്കും, അത് യമുനാ നദി, ടോർട്ടോയിസിൻ്റെ ആമയുടെ മുകളിൽ നിൽക്കും, അത് യമുനാ നദിയായിരിക്കും. ഇത് രണ്ടിലും അതോടൊപ്പം തന്നെ ഉള്ളിലൂടെ വരുന്ന സരസ്വതി നദിയിലും കുളിച്ച് പരിശുദ്ധനായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഗർഭഗൃഹത്തിലേക്ക് പോകുന്നത് എന്നാണ് സങ്കല്പം. അപ്പം ഇതെല്ലാം കിട്ടുകയുണ്ടായി. ഇതിനും പുറമെ ഈ 263 പ്രതിമകൾക്കും പുറമെ മറ്റൊന്ന് കിട്ടിയിട്ടുള്ളത് വിഷ്ണുഹരി ശിലാഫലകം എന്ന് പറയുന്നൊരു ഇൻസ്ക്രിപ്ഷനാണ്. അത് 12-ാം നൂറ്റാണ്ടിലുള്ള ഇൻസ്ക്രിപ്ഷനാണ്. അതിൽ പറയുന്നത് ഈ ക്ഷേത്രം ശരിക്കും സമർപ്പിച്ചിരിക്കുന്നത് 10 തലയുള്ള ആളെ ആര് കൊന്നോ ആ മഹാവിഷ്ണുവിനാണ് എന്നാണ്. അതേപോലെ രണ്ടാമത്തെ ലൈൻ പറയുന്നത് ഇത് ബാലിയെ കൊന്ന മഹാവിഷ്ണുവിനാണ്. ഇത് രണ്ടും ആരാണ്? അത് ശ്രീരാമനാണ്. ഇങ്ങനെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത വളരെ സുശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സുപ്രീം കോടതിയുടെ വിധി വരുന്നതും. ആ വിധിയും വളരെ നല്ലൊരു വിധിയായിരുന്നു. ഇതിനേക്കാൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുകയുമില്ലായിരുന്നു. അപ്പോൾ ഈ വിധി വരുന്നതിൻ്റെ ഏതാണ്ട് ഒരു 20 ദിവസം മുമ്പ് ഞാൻ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ പറയാൻ തുടങ്ങി, ഇത് BR മണിയാണ് ഈ രണ്ടാമത്തെ ഗ്രൂപ്പിനെ നയിക്കുന്നത്, എക്സ്കവേറ്റ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം വളരെ ഒബ്ജക്റ്റീവ് ആവാൻ സാധ്യതയില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സ്വീകരിക്കരുത് എന്ന് അവർക്കൊരു അഭിപ്രായമുണ്ടായിരുന്നു. അതിന് മറുപടിയായി ഞാൻ പറഞ്ഞു, അതല്ല, ഇത് ടോട്ടലായി സ്വീകരിക്കണം. അത് ഞാൻ പത്രപ്രസ്താവന കൊടുത്തതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് വന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ ഒരു 5 കോളത്തിൽ അത് കൊടുത്തു. ഞാൻ പറഞ്ഞത് ടോട്ടലായി സ്വീകരിക്കണം. കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്വയം എക്സ്കവേഷന് വേണ്ടി വന്നതല്ല, മറിച്ച് അലഹബാദ് ഹൈക്കോർട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഡയറക്ഷൻ നൽകിയതാണ്. അപ്പോൾ ഇതൊരു കോർട്ട് കമ്മീഷണേഴ്സ് റിപ്പോർട്ടായിട്ട് അംഗീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇവരുടെ വാദങ്ങൾ തികച്ചും ബാലിശമാണ്. ഇത് ഡോക്ടർ BR മണി മാത്രമല്ല ഈ ടീമിലുണ്ടായിരുന്നത്. അന്ന് ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ ഓതേഴ്സായിട്ടുള്ള 4 പേർ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളുടെ പേരുകളും ഞാൻ പറയുകയുണ്ടായി.
ഒന്ന് ഖ്വാജ എന്ന് പറയുന്ന പേർഷ്യൻ ആൻഡ് അറബിക് ഇൻസ്ക്രിപ്ഷൻ്റെ നാഗ്പൂരിലുള്ള ഡയറക്ടറായിരുന്നു. 2 ഡോക്ടർ സിദ്ദീഖി എന്ന് പറയുന്ന ആഗ്ര സർക്കിളിൻ്റെ പഴയ സൂപ്പറിൻറ്റൻഡിങ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. പിന്നീട് അലി എന്ന് പറയുന്ന വേറെ ഒരു സ്കോളർ ഉണ്ടായിരുന്നു. അതേപോലുള്ള ഹാഷിമി എന്ന് പറയുന്ന 4 വേറൊരു സ്കോളർ ഉണ്ടായി. ഇവരുടെ പേരുകൾ വരെ ഞാൻ കൃത്യമായി കൊടുത്തു. അതോടുകൂടി അവർക്ക് രണ്ടാമത് വായടുപ്പൻ മറുപടി അതുകൊണ്ട് അതിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മറുപടി ടൈംസ് ഓഫ് ഇന്ത്യയിലൂടെ അവർ കൊടുത്തു. ഞാൻ ആ എക്സ്കവേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഒരു നുണ കൂടി അവർ പറഞ്ഞു. അതിന് അന്ന് പ്രൊഫസർ വി ബി ലാൽ, അന്ന് അദ്ദേഹം ഇന്ത്യയിലില്ല, അദ്ദേഹം പുറത്തായിരുന്നു. ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്തു. അദ്ദേഹം അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് അതിനെ തള്ളിക്കൊണ്ട് കെ മുഹമ്മദ് വാസു അലോങ് വിത്ത് മീ ഡ്യൂറിങ് ദ എൻ്റയർ എക്സ്കവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി കൊടുക്കേണ്ട, അതും ടൈംസ് ഓഫ് ഇന്ത്യക്ക് പബ്ലിഷ് ചെയ്യേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന 4 പേരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അവർ മുഴുവനും ഇതേപോലെ എനിക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവന നൽകി. ഞാൻ മാത്രമായിരുന്നില്ല ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ എൻ്റയർ ബാച്ച്, ഞാനന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്കൂൾ ഓഫ് ആർക്കിയോളജിയിലാണ് അന്ന് ഞാനുള്ളത്. അതിലുള്ള എൻ്റയർ ബാച്ച് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ജയറാം രമേഷ് ജി, അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിലുണ്ടായിരുന്നു. സ്പോക്സ് പേഴ്സണാണ് കോൺഗ്രസ് പാർട്ടിയുടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയശ്രീ ആദ്യം അന്ന് പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേ എക്സ്കവേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ ട്രെഞ്ച് എ ആയിരുന്നു അവർ നോക്കിയിരുന്നത്, ജയശ്രീ നോക്കിയിരുന്നത്, ഞാൻ നോക്കിയിരുന്നത് ബി ആയിരുന്നു. അങ്ങനെ ഇതിനുള്ള ചില കണക്കുകൾ ആ രൂപത്തിലായിരുന്നു. ഈ ടൈംസ് ഓഫ് ഇന്ത്യക്കാർ ജയറാം രമേഷിനെ കോണ്ടാക്റ്റ് ചെയ്തു. അത് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറയുകയുണ്ടായി, കുറച്ച് മാസം മുമ്പ് ജയശ്രീ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിഞ്ഞു. അപ്പം ഇത്രയും അധികം നുണകൾ പറയാൻ, തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരസ്യമായി നുണകൾ പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ മുഴുവനും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു നല്ല വിധിയാണ് തന്നത്. ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. ഇതെങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾ സ്വയമേ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇത് ഹിന്ദു മുസ്ലിം ബന്ധങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഒരു നല്ല രൂപത്തിൽ പരിഹരിക്കാൻ പറ്റുമായിരുന്നു. അതിനുള്ള അവസരം മുഴുവനും മുസ്ലിങ്ങൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള കാരണം ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്. അവരിതിൽ ഇടപെട്ടിരുന്നില്ലെങ്കിൽ ഈ രൂപത്തിൽ ഇത് വഷളാകുമില്ലായിരുന്നു. ക്ഷേത്രം പള്ളി വിട്ടുകൊടുക്കാമെന്നുള്ള അഭിപ്രായം ധാരാളം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ ഞാൻ അന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെയുള്ള ധാരാളം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. കേരളത്തിലും അതേപോലെ തന്നെ മുസ്ലിം ലീഡേഴ്സിന് വിട്ടുകൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെ മുഴുവനും വഴി തെറ്റിച്ചത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ആ ഒരു സംവിധാനം സാറിനെ പോലുള്ള വലിയ ആളുകളുടെ ഒരു ഇടപെടലിലൂടെയാണ് മാറുന്നത്. പക്ഷെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ജനതയെ മൊത്തം മറ്റൊരു രീതിയിലേക്ക് ചിന്തിച്ച് അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തിൻ്റെ പിന്നാലെ പോകാൻ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു സംഘർഷങ്ങൾ എല്ലാം ഉണ്ടാകും. അതിനെല്ലാം എങ്ങനെയാണ് അതിജീവിക്കാൻ പറ്റിയത്? അല്ല, അത് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു സയൻസ് സ്റ്റുഡൻ്റായിട്ട് നമ്മളിതിനെ നമ്മളെല്ലാം അഭിമുഖീകരിക്കുക. അപ്പം സയൻസ് സ്റ്റുഡൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ തരത്തിലുള്ള എമോഷണലി നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കില്ല. എമോഷണൽ മാറ്റിമറിച്ചുകൊണ്ട് തികച്ചും ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള പഠനം എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. എക്സ്ട്രീം ഹിന്ദു ഗ്രൂപ്പ്സ് പല ക്ലെയിമുകളും, താജ്മഹലിനെ കുറിച്ച് അവരുള്ള പല ക്ലെയിംസുകളും കൊണ്ടുവരാറുണ്ട്. അപ്പം ഞാനതിൽ ഇവർക്കെതിരായിട്ട് എക്സ്ട്രീം ഹിന്ദുസിന് എതിരായിട്ട് സംസാരിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. കുത്തബ് മിനാറിനെ കുറിച്ച് ഇതേവരെ തരത്തിലുള്ള എക്സ്ട്രീം ക്ലെയിംസുമായിട്ട് ഹിന്ദു ഗ്രൂപ്പ്സ് വരാറുണ്ട്. അപ്പോൾ അവർക്കെതിരായിട്ടും സംസാരിക്കാറുണ്ട്. നമ്മളിതിനെ വളരെ ഒബ്ജക്റ്റീവായിട്ട് മാത്രമേ നോക്കൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള വികാരങ്ങളൊന്നൊരു പ്രശ്നമായിട്ട് മാറുകയില്ല. ഈ ഒരു സമയത്ത് ശരിക്കും അത് നമ്മൾ എന്താണോ ജീവിതത്തിൽ വന്നത് അതിൽ ഏറ്റവും വലിയൊരു നേട്ടമായി തന്നെ കാണാൻ പറ്റുക. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഇതേപോലെ ധാരാളം കാര്യങ്ങൾ പല ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പം ചമ്പൽക്കാടുകളിൽ അവിടെ ഉള്ള കൊള്ളക്കാരോട് കൂടി 80 ക്ഷേത്രങ്ങൾ തകർന്ന് തരിപ്പണമായി പോയിട്ടുള്ള
റിപ്പയർ വർക്കല്ല, തകർന്ന് തരിപ്പണമായിട്ടുള്ള 80 ക്ഷേത്രങ്ങൾ ചമ്പൽ കാടുകളിൽ ഇതേപോലെ പുനരുദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ കൊള്ളക്കാരോട് കൂടെ നിന്നുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ അനുഭവമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചരിത്രത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും മുസ്ലിങ്ങളോട് പറയാറുള്ളത്, ഇന്ന് ഇന്ത്യ ഒരു സെക്യുലർ, ഒരു മുസ്ലിങ്ങൾക്ക് ഒരു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു നാട് നൽകിയതിന് ശേഷവും ഇന്ന് ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാണെങ്കിൽ അത് ഹിന്ദു മെജോറിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഹിന്ദു മെജോറിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും സെക്യുലർ രാഷ്ട്രമാകില്ലായിരുന്നു. ഈ കാര്യങ്ങൾ മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. ചരിത്രത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അത് തെറ്റുകളാണ് എന്ന് ജസ്റ്റ് അഡ്മിറ്റ് ചെയ്താൽ തന്നെ ബാക്കിയുള്ള പല കാര്യങ്ങളും നന്നാകും. അവർ ഈ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇസ്ലാം വന്നത് അക്രമികളായിട്ടുള്ള ആളുകളിലൂടെയാണ്. ഇവിടെ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ അത് കച്ചവടത്തിൻ്റെ ആൾക്കാരായിരുന്നു, അതുകൊണ്ട് സമാധാനപരമായിരുന്നു. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ വന്നത് അഫ്ഗാനികളായിട്ടുള്ള കുറേ ആളുകളിലൂടെയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇന്നും ശാന്തിയും സമാധാനവും ഇല്ല, ഈ കാലഘട്ടത്തിൽ പോലും ഇല്ല. അവരിൽ വന്നതിനാൽ അവർ ചില തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. ഇതിനെയൊന്നും ന്യായീകരിക്കേണ്ട ആവശ്യം മുസ്ലിങ്ങൾക്കില്ല. അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾ കാര്യം മനസ്സിലാക്കേണ്ടത്, അന്ന് അഫ്ഗാനികൾ ചെയ്ത തെറ്റിന് ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിൾ അല്ല എന്നുള്ളത് ഹിന്ദുക്കളും മനസ്സിലാക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അഫ്ഗാനികളുടെ ആക്രമണങ്ങൾ ആരെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, മുസ്ലിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളും അതിന് ഉത്തരവാദികളാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ വളരെ ബാലൻസ്ഡ് ആയിരിക്കണം നമ്മുടെ അപ്രോച്ച്. സാറാനൊക്കെ പറഞ്ഞൊരു ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഒരുപാട് ആളുകൾക്ക് അറിയില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ ഒരു വലിയ ഇടപെടൽ. സാറ് പറഞ്ഞതനുസരിച്ച് പല മുസ്ലിങ്ങളും ഇത് വിട്ടുകൊടുക്കാൻ, ഇത് സത്യം എന്ത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വിട്ടുകൊടുക്കാൻ ഉള്ള താല്പര്യം, സന്നദ്ധതയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കൃത്യമായ ഒരു വിഭജനം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാക്കാൻ ഈ ഒരു ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം വരുത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അവർ പിന്നെ ഈ ഒരു ക്ലീവേജ് അത് സമുദായത്തിൽ വന്നു ചേർന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ അപ്രോച്ച് കൊണ്ടാണ്. അതല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വളരെ കുറച്ചുകൂടി ഭംഗിയായിട്ട് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിനുള്ളൊരവസരം നൽകാത്തതിനുള്ള പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരാണ്, ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്. ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സുപ്രീം കോടതി വരെ കൃത്യമായി സാറ് പറഞ്ഞതനുസരിച്ചുള്ള കൃത്യമായ ഡേറ്റാസ്, നിങ്ങൾ വലിയ ആളുകളുടെ റിപ്പോർട്ടുകളെല്ലാം പരിഗണിച്ചിരുന്നു. ഇപ്പോഴും അത് ബാബറി മസ്ജിദാണ്, തർക്കമന്ദിരമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവർക്കുള്ള ഒരു മറുപടി. അല്ല, അവർക്ക് ചരിത്രപരമായും ആർക്കിയോളജിക്കൽ വിഷയങ്ങളെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് ഒന്ന്. പിന്നെ കണ്ടീഷൻഡ് മൈൻഡായിട്ടുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ അവർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നും അത് ബാബരി മസ്ജിദാണ്, അത് സുപ്രീം കോടതി വിധി ശരിയല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ. അത് കണ്ടീഷൻ മൈൻഡാണ്. അവരുമായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാനോ അതല്ലെങ്കിൽ റീസണബിളായിട്ടുള്ള എൻഗേജ്മെൻറ്റ് അവരുമായിട്ട് നടക്കില്ല. കാരണം അവരുടെ മറ്റൊരു കണ്ടീഷൻ മൈൻഡാണ്. അപ്പോൾ അതിനോട് അവരുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കൊരു സുശക്തമായ രാഷ്ട്രം പടുത്തുയർത്തണം. അതിന് ഹിന്ദുവും വേണം, മുസ്ലിമും വേണം, ക്രിസ്ത്യാനിയും വേണം, എല്ലാം വേണം. അപ്പോൾ ചില പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ രമ്യമായിട്ട് എത്ര പരിഹരിക്കാൻ കഴിയുമോ അത്ര പരിഹരിച്ചുകൊണ്ട് എല്ലാ സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഒന്നായി ഒരേ ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം.